ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കിക്കും പഞ്ചും ബ്ലോഗും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം കരാട്ടയുടെയാണ്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കുംഫുവിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാമല്ലോ, കരാട്ടയുടെ കുംഫുവിൻ്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിൽ പോവാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? പഞ്ച് ചെയ്യാം. ഇതാണ് കുംഫുവിന്റെ പഞ്ച്. കരാട്ടയുടെ പഞ്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെ നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് ഞെക്കിലും വെച്ച് ഇടിക്കാവൂ. നമ്മുടെ ഈ ഇവിടെ വെച്ച് ഇടിക്കല്ലേ. പഞ്ച് ചെയ്യുമ്പോൾ ഈ മുട്ട് പുറലോട്ട് കളിക്കണം. പവർ വേണം ചെയ്യാൻ. 1 2 3 4. ഇനി അടുത്ത് ഇങ്ങനെ ഞെക്കിലും വെച്ച് തന്നെ ഇടിക്കാവൂ. 1 കൈ പുറകോട്ട് കൊടുക്കണം. അത് പവർ വേണം വലിക്കാൻ. 1 2 1. അപ്പോൾ പഞ്ച് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അപ്പർ ബ്ലോക്ക് 1 2. നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ബോണും വെച്ച് വേണം ബ്ലോക്ക് ചെയ്യാൻ. 1 നമ്മൾ ഈ കൈ തിരിച്ചു കൊടുക്കണം. 1 2 3 4. അപ്പോൾ കരാട്ടയുടെ ബ്ലോക്ക് എങ്ങനെയായിരുന്നു? ഇങ്ങനെ. കുംഫുവിൻ്റെ ബ്ലോക്ക് ഇത് തന്നെയാണ്. വേണ്ട, പക്ഷെ പവർ ചെയ്യണമെന്നേ ഉള്ളൂ. 2 3. ഇനി മിഡിൽ ബ്ലോക്ക്. നമ്മുടെ ഷോൾഡറിന് നേരെ വേണം കൈ ഇരിക്കാൻ. 1 2 3. നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വന്നിട്ട് തിരിച്ചു കൊടുക്കണം. 1 2 3 4. ഇനി നമുക്ക് ലോ ബ്ലോക്ക് ചെയ്യാം. ലോ ബ്ലോക്ക് ചെയ്യുമ്പോൾ കൈ ഇവിടെ വരണം. 1 2 3. നമ്മൾ ഇവിടെ ഇവിടെ എന്തിനാ വെക്കുന്നതെന്ന് അറിയാമല്ലോ. നമ്മളെ ഒരാൾ ഇങ്ങനെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതാണ്. 1 2 3. നമ്മുടെ ഈ മടക്കി വെച്ചേക്കുന്നതായി താഴോട്ട് വയ്ക്കുമ്പോൾ ഈ നൂത്ത് വെച്ചേക്കുന്നത് ഇപ്പിയോട്ട് വലിക്കണം. 1 2 3 4. ഇനി ഏതാണ് ഇന്നർ ബ്ലോക്ക്. 1. നമ്മൾ ഈ കൈ ചെവിയുടെ ഇവിടെ കൊണ്ടുവരിക. ഹിപ്പിലോട്ട് വയ്ക്കും. 1. ഇത് നമ്മുടെ ഷോൾഡർ ഇങ്ങനെ വരണം. ഷോൾഡറിന് നേരെ. 1 2 3. ഇതിനുള്ള പഞ്ച് ചെയ്യുമ്പോൾ തട്ടിക്കളയുന്ന. 1 2 3 4 5. ഇനി ഞാൻ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണിക്കാം. 1 അപ്പർ ബ്ലോക്ക്. 2 3 4 5. സെക്കൻഡ് മിഡിൽ ബ്ലോക്ക്. 1 2 3 4 5. തേർഡ് ലോ ബ്ലോക്ക്. 1 2 3 4 5. ഇനിയും ഇന്നർ ബ്ലോക്ക്. 1 2 3 4 5. തേർഡ് കിക്കാണ്. കരാട്ടയുടെ കിക്ക് എങ്ങനെയാണെന്ന് അറിയാലോ. കരാട്ടയുടെ കിക്ക് ഫ്രണ്ട് കിക്ക്. ഇനിയും കുംഫുവിനെ കിക്ക് കാണിച്ചു തരാം. നമ്മൾ 45 ഡിഗ്രി ആംഗിളിലോട്ട് നിൽക്കണം. എന്നിട്ട് ഫ്രണ്ട് കിക്ക് എപ്പോൾ ചെയ്യാനുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1 2 3 1 2 4 1 2 3 4. ഇനി അത് മൂന്നായിട്ട് കാണിച്ചു തരാം. 1 ഒന്നുകൂടെ 1 2 3 4 1 2 3 1 2 3. ഇനി ഞാനത് ഹൈറ്റ് ചെയ്ത് കാണിക്കാം. ഹൈറ്റ് 1 2 3. ഇനി സെക്കൻഡ് കിക്ക് സൈഡ് കിക്ക്. നമ്മൾ നേരെ നിന്നിട്ട് അങ്ങോട്ട് ഒരാൾ ചവിട്ടുകയാണ്. ഈ കാൽ വെച്ച് ചവിട്ടുമ്പോൾ പുഷ് ചെയ്ത് കൊടുക്കണം. നിൽക്കുക. കാൽ ചെയ്യാൻ ബാലൻസ് വേണം വരാൻ. കുറച്ച് നേരം ബാലൻസ് ചെയ്ത് നിൽക്കണം. 1 പതുക്കെ സ്ലോലി. 2 3 1 2 3 1 2 3 4 1. ഇനി അത് 3 ആയിട്ട് സ്പീഡ് കാണിക്കാം. 1 1 2 3 1 2 3 1 2 3
ഒന്നുകൂടെ സ്പീഡ് ചെയ്ത് കാണിക്കാം. 1 2 3. കിക്ക് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. 45 ആംഗിൾ തിരിക്കുക. 1 2 3 4 5. Let's change. 1 2 3 4 5. Here's that kick. So kick നേരെ എന്നിട്ട് കാണിച്ചേ. 1 2 1 1 2 ഹൈറ്റ് ചെയ്യാം. 1 2 3. ഇത്രയൊക്കെയാണ് കുംഫുവിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. വേറെ ഇവിടുത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.